السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. والسابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه وأعد لهم جنات تجري تحتها الأنهار خالدين فيها أبدا ذلك الفوز العظيم. صدق الله مولانا العلي العظيم. ബഹുമാനപ്പെട്ട സയ്യിദ് അമീർ തങ്ങൾ അവറുകളെ, മറ്റ് സ്റ്റേജിൽ ഉപവിഷ്ടരായ പണ്ഡിതന്മാർ, നേതാക്കൾ, ഇവിടെ ഒരുമിച്ച് കൂടിയ മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സംരംഭത്തിന് അവൻ പൊരുത്തപ്പെടുന്ന അമലുകളെ കൂട്ടത്തിൽ പെടുത്തട്ടെ. നാം ഉദ്ദേശിച്ചതിലും സന്തോഷത്തോടു കൂടെ 2 ദിവസവും നമ്മുടെ ഈ പരിപാടി നടത്തപ്പെടാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ എന്ന് ഞാൻ ആദ്യമായി പ്രാർത്ഥിക്കുന്നു. സ്നേഹമുള്ളവരെ, കൂടുതൽ സംസാരിക്കേണ്ടുന്ന സമയം അല്ലാത്തതുകൊണ്ട് ഇൻഷാ അല്ലാഹ് 8:30 മണിക്ക് നിങ്ങൾ അറിഞ്ഞതുപോലെ കഥാപ്രസംഗം ഇവിടെ നടത്തപ്പെടുകയാണ്. അതിനു മുമ്പ് നമ്മുടെ നാട്ടിലെ SKSSFൻ്റെ 14ാമത്തെ വാർഷികമാണ് നാം കൊണ്ടാടുന്നത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കീഴ് സംഘടനയാണ് SKSSF. ഈ SKSSF ആ സമസ്ത ഇൻഷാ അല്ലാഹ് 1925 രൂപം കൊണ്ടത്. ഇൻഷാ അല്ലാഹ് 2025 അതിൻ്റെ ഫെബ്രുവരിയിൽ അതിൻ്റെ 100ാം വാർഷികം നടത്തപ്പെടുകയാണ്. 2026 ഫെബ്രുവരിയിൽ അല്ലേ? ഫെബ്രുവരിയിൽ കാസർഗോഡ് കുണിയ എന്ന് പറയുന്ന വിശാലമായ സ്ഥലത്ത് അതിൻ്റെ 100ാം വാർഷികം നടത്തപ്പെടുകയാണ്. അതിൻ്റെ ഒരു പ്രചാരണം കൂടി ആയിക്കോട്ടെ നമ്മുടെ ഈ സദസ്സ്. സ്നേഹമുള്ളവരെ, എന്തിനു വേണ്ടിയാണ് ഈ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇവിടെ രൂപീകരിക്കപ്പെട്ടത്? നാം മനസ്സിലാക്കണം. കേരളത്തിൽ ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കപ്പെടുന്നതിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന ഈ സംഘടന രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഈ സംഘടന രൂപീകരിക്കാനുള്ള കാരണം പാർട്ടിയാക്കുവാനോ ആരെങ്കിലും വിഷമിപ്പിക്കുവാനോ അല്ല. അന്നുകൂടിയ മഹാപണ്ഡിതന്മാർ എന്ന് പറയാം. ഈ കാലഘട്ടത്തിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ മഹാപണ്ഡിതന്മാർ, അവരുടെ ഉസ്താദിൻ്റെ ഉസ്താദോ ആയ പാങ്ങിൽ അഹമ്മദ് മുസ്ലിയാർ പോലോത്ത, കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ പോലോത്ത പടുകൂറ്റൻ പണ്ഡിതന്മാർ കൂടി ഉണ്ടാക്കിയ ഒരു സംഘടനയാണ്. വെറുതെ ഉണ്ടാക്കിയതല്ല. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുതൽ നമ്മുടെ കയ്യിലേക്ക് എത്തുന്നത് വരെയുള്ള ദീനിന് മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി ഹിജ്റ 800-ാം വർഷം മുമ്പ് മുതൽ തന്നെ ഇവിടുത്തെ ബിദ്അത്തുകാർ അതിനു വേണ്ടിയുള്ള പ്രവർത്തനം നടത്തുമ്പോൾ ശരിയായ രൂപത്തിലുള്ള ഇസ്ലാം ദീൻ എന്ത് എന്ന് ജനങ്ങൾക്ക് മനസ്സിലാകാതെ അവർ മനസ്സിലാക്കി തരുന്നത് അവരുടെ ബിദ്അത്ത് പ്രചരണത്തിൽ അതാണ് ഇസ്ലാം ദീൻ എന്ന് മനസ്സിലാക്കി പോകുന്ന പൊതുജനങ്ങൾക്ക് തിരിയാതെ ദീനിനെ
അതുപോലെയല്ലാതെ മനസ്സിലാക്കുന്ന ഒരു ഭയങ്കരമായ ഡേഞ്ചർ കണ്ടപ്പോൾ അന്നത്തെ ആലിമീങ്ങൾ 40 പടുകൂറ്റൻ ആലിമീങ്ങൾ കൂടി ഉണ്ടാക്കിയ ഒരു സംഘടനയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. ആ രൂപീകരിക്കപ്പെടുമ്പോൾ തന്നെ അതിൻ്റെ മെമ്പറായിരുന്നു, ചെറിയ യുവാവുമായിരുന്നു ബഹുമാനപ്പെട്ട കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദഹു. ആ മഹാന്റെ അതേ വഴിയിലാണ് നമ്മുടെ ഈ സമസ്ത ഇന്നും നിലകൊള്ളുന്നത്. വിശദീകരിച്ച് പറയാൻ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന് ദുആ ചെയ്യണമെന്ന് നിർബന്ധമാക്കിയിട്ടുള്ളത് ഒരു ദുആ മാത്രമാണ്. ശരിക്കും മനസ്സിലാക്കണം, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതം, നമ്മുടെ ദീൻ, അതിൽ ഏതാണ് കാര്യമായിട്ടും നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങൾ ദുആ ചെയ്യണമെന്ന് നമ്മുടെ മേൽ നിർബന്ധമാക്കിയിട്ട് ആ ദുആ ചെയ്തില്ലെങ്കിൽ കുറ്റം കിട്ടും. അതും ദുആ ചെയ്യേണ്ടത് പല നിബന്ധനകളും വെച്ചിട്ടാണ് ദുആ ചെയ്യാൻ വേണ്ടി അല്ലാഹു നമ്മെ ഏൽപ്പിച്ചിട്ടുള്ളത്, പറഞ്ഞിട്ടുള്ളത്, കൽപ്പിച്ചിട്ടുള്ളത്. ഒരു ദിവസത്തിൽ 17 പ്രാവശ്യം ദുആ ചെയ്യൽ നിർബന്ധമാണ്. ആ ദുആ ചെയ്യേണ്ടത് ഖിബല മുന്നിട്ടിട്ട്, ഖിബല വെള്ളം മുന്നിട്ടായിരിക്കണം, ഔറത്ത് മറച്ചിട്ടായിരിക്കണം, ശുദ്ധിയോടുകൂടെയായിരിക്കണം, നജസ് പോലും ഉണ്ടാകാൻ പാടില്ല. അത്രയും നിബന്ധനകൾ വെച്ച് നമ്മോട് ഒരു ദിവസത്തിൽ 17 പ്രാവശ്യം ദുആ ചെയ്യാൻ വേണ്ടി കൽപ്പിച്ച ദുആയാണ് ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ ആമീൻ. അങ്ങനെയുള്ള ഈ ദുആ എന്താണ് ഈ ദുആയിൽ പറയുന്നത്? ബഹുമാനപ്പെട്ട കുക്കിള അബ്ദുൽ ഖാദിർ ദാരിമി ഉസ്താദ് അവറുകൾ സദസ്സിലേക്ക് കടന്നു വരികയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. സ്നേഹമുള്ളവരെ, ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, മുസ്തഖീമായ വഴിയിലേക്ക് ഞങ്ങളെ നീ ചേർക്കണേ അല്ലാഹ്. മുസ്തഖീമായ വഴി, ഇവിടെ ആ മുസ്തഖീമായ വഴിയിലൂടെയല്ല സഞ്ചരിക്കുന്നത് ജനങ്ങളെന്ന് മനസ്സിലാക്കിയ പണ്ഡിതന്മാർ ആ ജനങ്ങളെ ബോധവൽക്കരിക്കാൻ വേണ്ടി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന സംഘടന അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ തൗഫീഖോടുകൂടെ ഇവിടെ ഉണ്ടാക്കപ്പെട്ടു. ആ സംഘടനയിൽ ആ സംഘാടകർ പണ്ഡിതന്മാർ മനസ്സിലാക്കി മുസ്തഖീമായ വഴി ഇവിടെ ഇല്ലാതായി പോകുമോ എന്ന ഒരു പേടിയുള്ളത് കൊണ്ട് ജനങ്ങൾക്ക് അത് ബോധവൽക്കരിച്ചു കൊടുക്കണമെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇവിടെ രൂപീകരിക്കപ്പെട്ടു. ഞാൻ പറഞ്ഞു വരുന്നത് ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, മുസ്തഖീമായ വഴിയിലേക്ക് ഞങ്ങളെ നീ ചേർക്കണേ അല്ലാഹ്. സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹം ചെയ്തവരുടെ വഴിയിലേക്ക്. നീ അനുഗ്രഹം ചെയ്തവരുടെ വഴി എന്ന് പറഞ്ഞാൽ ആരാണ് അനുഗ്രഹം ചെയ്യപ്പെട്ടവർ? അല്ലാഹു സുബ്ഹാനഹു വ തആല നിഅമത്ത് ചെയ്യപ്പെട്ട അനുഗ്രഹീതരായ ആൾക്കാർ ആര്? അത് നമ്മൾ പറയണമെന്നില്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ മറ്റൊരു ആയത്തിൽ പറയുന്നു, ഉലൈകൽ ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന, നബിമാർ, വസ്സുദ്ദീഖീന, സുദ്ദീഖീങ്ങൾ, വസ്സുഹദാഇ വസ്സാലിഹീൻ, ശുഹദാക്കൾ, സാലിഹീങ്ങൾ. ആ സാലിഹീങ്ങളെ വഴിയിൽ ഞങ്ങളെ നീ ചേർക്കണേ പടച്ചവനെ. സാലിഹീങ്ങളെ വഴിയിൽ ചേർക്കണേ പടച്ചവനെ. അപ്പൊ സാലിഹീങ്ങളെ മനസ്സിലാക്കിയിട്ടായിരിക്കണം ഈ ദീനിനെ മനസ്സിലാക്കേണ്ടത് എന്ന് ഖുർആൻ. നമുക്കെല്ലാവർക്കും ഹദീസ്, ആയത്ത്, ഖുർആന് എല്ലാവർക്കും നോക്കി മനസ്സിലാക്കാൻ സാധ്യമല്ല. അത് മനസ്സിലാക്കാൻ സാധ്യമുള്ള കഴിവുള്ള മഹാ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തന്ന ആ വഴി നാം മനസ്സിലാക്കേണ്ടത് സ്വാലിഹീങ്ങളെ നോക്കിയിട്ടാണെന്ന് ഖുർആൻ നാം മനസ്സിലാക്കണം. ഞാൻ ചുരുക്കി പറയുന്നു, ബഹുമാനപ്പെട്ട ദാരിമി ഉസ്താദ് വന്നിട്ടുണ്ട്, ഒരു പ്രസംഗം ഇവിടെ നടക്കാനുമുണ്ട് നിങ്ങൾക്ക് വേണ്ടതുപോലെ. അതുകൊണ്ട് ഞാൻ സമയം പോക്കുന്നില്ല. നാം മനസ്സിലാക്കേണ്ടത് ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് നമ്മുടെ കാലത്ത് തന്നെ ജീവിച്ചവർ. ആ കണ്ണിയത്ത് ഉസ്താദിൻ്റെ ജീവിതം തന്നെ മനസ്സിലാക്കിയാൽ നമുക്ക് മനസ്സിലാകാം ഇസ്ലാമിൻ്റെ ഇസ്ലാമിൻ്റെ തനതായ രൂപം.
കിബിറില്ല, അസൂയയില്ല, കളവ് പറയൂല, നിഷ്കളങ്കത. നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ മിഞ്ഞാന്ന് റഹ്മത്തുള്ളാഹി ഖാസിമി പ്രസംഗിച്ച ഒരു പ്രസംഗത്തിൽ കേട്ടു. ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് പള്ളിയിൽ ഇങ്ങനെ ഇരുന്നു കൊണ്ടിരിക്കുമ്പോൾ ഒരു മനുഷ്യൻ കുടയുമായി കുട പിടിച്ചിട്ട് പള്ളിൻ്റെ അകത്തേക്ക് കയറിയപ്പോൾ ഉസ്താദ് പറഞ്ഞു, പള്ളിൻ്റെ ഉള്ളിലേക്ക് കുട കൊണ്ടുവരണ്ട. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ കൊണ്ടുവരണ്ടെന്നല്ല ഇതിനോട് പറഞ്ഞ്, പള്ളിൻ്റെ അകത്തേക്ക് കുട കൊണ്ടുവരണ്ട. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങളെ കൂടെ മിമ്പറിൻ്റെ അടുത്ത് വെച്ചിട്ടാണോ എന്നോട് നിങ്ങൾ കൽപ്പിക്കുന്നത്? ഉസ്താദിന് അറിയേയില്ല. ആരോ ഹാസിമികളോ മറ്റോ കൊണ്ടുപോയി ഉസ്താദിൻ്റെ കൊടയല്ലേ എന്ന് പറഞ്ഞ് കൊണ്ടുപോയി വെച്ചതായിരിക്കും. അങ്ങനെ ഉസ്താദ് പെട്ടെന്ന് മിമ്പറിൻ്റെ അടുത്ത് നോക്കുമ്പോൾ ഉസ്താദിൻ്റെ കൊടയുണ്ട്. അദ്ദേഹത്തിനോട് പറഞ്ഞു, ഞാൻ പ്രവർത്തിക്കാത്തത് നിന്നോട് കൽപ്പിച്ചു പോയി. നീ പൊരുത്തപ്പെടണം, നീ എനിക്ക് മാപ്പ് ചെയ്യണം. ഞാൻ ചെയ്യാത്തൊരു കാര്യം അതിൻ്റെ എതിരിൽ ഞാൻ ചെയ്തത് നിന്നോടത് ഞാൻ ചെയ്യണ്ട എന്ന് പറഞ്ഞത് അതിൻ്റെ തെറ്റായിപ്പോയി, നീ പൊരുത്തപ്പെടണം എന്ന് പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞു, പൊരുത്തപ്പെടൂല. അദ്ദേഹം പറഞ്ഞു, പൊരുത്തപ്പെടൂല. നിങ്ങൾ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം എണീച്ച് നിന്നിട്ട് പറയണം, പബ്ലിക്കിൽ നിങ്ങൾ പറഞ്ഞാൽ ഞാൻ പൊരുത്തപ്പെടാം. ആരാണിത്? ഷംസുൽ ഉലമയുടെ ഉസ്താദ്, റഈസുൽ മുഹഖിഖീൻ എന്ന് പേരുകെട്ട മഹാപണ്ഡിതൻ, ബഹുമാനപ്പെട്ടവർ. നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ദുആയും കഴിഞ്ഞു എണീച്ചു നിന്ന് പറഞ്ഞു, ഞാനും അത് ഇന്നാരെന്ന വ്യക്തിയും ഒരു പിണക്കത്തിലാണ്. അദ്ദേഹം പള്ളിയിലേക്ക് കൊട കൊണ്ടുവരുമ്പോൾ കൊണ്ടുവരരുത് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നെ ഉണർത്തി. അദ്ദേഹം പറഞ്ഞത് ശരിയാ, എൻ്റെ ഭാഗത്തു നിന്നാണ് തെറ്റുപറ്റിപ്പോയത്. അദ്ദേഹത്തോട് ഞാൻ പൊരുത്തപ്പെടാൻ വേണ്ടി പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് കൽപ്പിച്ചത് ദുആ കഴിഞ്ഞതിന് ശേഷം എണീച്ച് നിങ്ങൾ പബ്ലിക്കിൽ പറഞ്ഞാൽ ഞാൻ പൊരുത്തപ്പെടാമെന്നാണ്. അതുകൊണ്ട് നിങ്ങളെ സാക്ഷി നിർത്തി ഞാൻ ചോദിക്കുന്നു, മനുഷ്യ, നീ എനിക്ക് പൊരുത്തപ്പെടണം. നമ്മൾ എന്തു ചെയ്യും? അതാണ് അവർക്കുള്ള അങ്ങനെയുള്ള എത്രയോ ചരിത്രങ്ങൾ ബഹുമാനപ്പെട്ടവർ ഉണ്ട്. ഇപ്പോൾ ഞാൻ വിശദീകരിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് വിശദീകരിക്കുന്നില്ല, ഉദാഹരണത്തിന് വേണ്ടി പറഞ്ഞതാ. അതുകൊണ്ട് നമ്മൾ ഷംസുൽ ഉലമ കണ്ണിയത്ത് ഉസ്താദ് സിന്ദാബാദ് പറഞ്ഞാൽ പോരാ, അവരുടെ ജീവിതം മനസ്സിലാക്കി അങ്ങനെ നാം ജീവിക്കുമ്പോഴാണ് നമ്മുടെ സംഘടന നല്ലതാകുന്നത്. നമ്മുടെ സംഘടനയുടെ ഓരോ മെമ്പർമാരും ഇസ്ലാമികമായി ജീവിക്കുമ്പോഴാണ് ആ സംഘടന യഥാർത്ഥ അള്ളാഹു പൊരുത്തപ്പെടുന്ന സംഘടനയാകുന്നത്. അതുകൊണ്ട് 5 വഖ്ത് നിസ്കാരത്തിന് വേണ്ടി പള്ളിയിൽ നിന്ന് ബാങ്ക് കേൾക്കുമ്പോൾ പ്രത്യേകിച്ചും SKSSFന്റെ മെമ്പർമാർ മനസ്സിലാക്കണം, ഞാൻ ഒരു മഹത്തായ സംഘടനയുടെ മെമ്പറാണ്. എനിക്ക് ആ ആലിമീങ്ങൾ പഠിപ്പിച്ചത് ബാങ്ക് കേൾക്കുമ്പോൾ പള്ളിയിലേക്ക് പോകണം, ജമാഅത്തായി നിസ്കരിക്കണമെന്നാണ്. നാട്ടിൽ പാർട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല ഈ സംഘടന രൂപീകരിക്കപ്പെട്ടത്. നമ്മുടെ ദിശ തെറ്റുന്നതിന് വേണ്ടിയാണ്, നമ്മുടെ ദീനിന് എന്തെങ്കിലും കോട്ടം പറ്റുന്നതിന് വേണ്ടിയാണ് ഒരു നേതൃത്വത്തിന്റെ കീഴിലുള്ള SKSSF എന്ന ഈ സംഘടനയുടെ മെമ്പർ ഞാൻ സ്വീകരിച്ചിട്ടുള്ളത്. എനിക്ക് ഈമാൻ വേണം, ഈമാനോടുകൂടെ ജീവിക്കണം, ഈമാനോടുകൂടെ മരിക്കണം. അതിനു വേണ്ടി ആയിരിക്കണം എൻ്റെ പ്രവർത്തനം എന്നുള്ള ഓർമ്മ ഓരോ മെമ്പർമാർക്കും ഉണ്ടാകണം. കളവ് പറയരുത്, ആരെയും വഞ്ചിക്കരുത്. എന്തെങ്കിലും ഇടപാട് നടത്തുമ്പോൾ ആരാൻ്റെ ഹഖ് വരുന്ന നമ്മുടെ കയ്യിൽ ഹറാം വരുന്നതിനെ സൂക്ഷിക്കണം. അങ്ങനെ ഇസ്ലാമിൽ പറഞ്ഞ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഈ സംഘടന മെമ്പർമാർ നന്നായി റാഹത്തോടുകൂടെ മുന്നോട്ട് പോകുമ്പോൾ നാം അറിയാതെ ആ സംഘടനയിൽ ആൾ കൂടി വരും, അവർക്കും വിജയം കിട്ടും. നമ്മുടെ സംഘടനയ്ക്ക് പേർ കിട്ടാൻ വേണ്ടിയല്ല ഞാൻ പറയുന്നത്, അവർക്കും വിജയം കിട്ടും. അതുകൊണ്ട് വിശ്വാസപരമായി നാം നമ്മുടെ വിശ്വാസം ആദ്യം നന്നാക്കുക, നാം നമ്മുടെ അമല് അതനുസരിച്ച് നാം അമല് ചെയ്യുക. വിശ്വാസത്തിൽ ഏറെക്കുറെ വന്നാൽ സിനയെ കാണി ഖൽബിലുണ്ടാകുന്ന നമ്മുടെ വിശ്വാസത്തിന് അല്ലാഹുവും അല്ലാഹുവിൻ്റെ റസൂലും ഇമാമിങ്ങളും നമുക്ക് പഠിപ്പിച്ച അങ്ങനെ നമ്മുടെ വിശ്വാസമായില്ല എങ്കിൽ നമ്മുടെ കാര്യം ഡേഞ്ചറാണ്. ബഡ്ഡി തിന്നതിനേക്കാളും നമ്മുടെ സിനാനേക്കാണിയും അബദ്ധമാണ് വിശ്വാസത്തിൽ വരുന്ന ആ കോട്ടം. അതുകൊണ്ട് വിശ്വാസം
ആദ്യം നന്നാക്കുക, പിന്നീട് അമല് ചെയ്യുക. എൻ്റെ സ്നേഹമുള്ളവരെ, വിശ്വാസം നന്നാക്കാതെ നാം അമല് ചെയ്തിട്ട് ഗുണമില്ല എന്ന് സാന്ദർഭികമായി ഞാൻ നിങ്ങളെ ഉണർത്തുകയാണ്. ഓരോരുത്തരും അവരവരുടെ വിശ്വാസം നന്നാക്കി മുന്നോട്ട് പോയാൽ മാത്രമേ വിജയമുള്ളൂ. അത് എവിടെ നിന്ന് കിട്ടി? ഇമാമിങ്ങൾ പറഞ്ഞു. ഉദാഹരണത്തിന് പറയാൻ, ഞാൻ ഇപ്പൊ ബറാഅത്ത് ദിവസത്തിന്റെ നോമ്പാണ് വരുന്നത്. സുന്നത്തുണ്ടോ? ഇല്ലേ. ഉണ്ടാ? ഇല്ലേ. ബാങ്ക് കൊടുത്തല്ലേ? നമ്മളവിടുന്ന് അല്ലല്ലോ പറഞ്ഞത്. ഏതുമായിട്ട് ബാങ്ക് തന്നെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്. أشهد أن أشهد أن لا حول ولا قوة لا حول ولا قوة إلا بالله. لا حول ولا قوة إلا بالله. لا حول ولا قوة إلا بالله. الله أكبر، الله أكبر. الصلاة القائمة جعلنا من مسألة الظلمة. ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് എല്ലാ വിഷയത്തിലും ചർച്ചകളും സംശയങ്ങളുമാണ്. ഞാനൊരു സുഹൃത്തിനോട് പറയുന്നു, സുന്നികൾ പറയുമ്പോൾ അത് നേർന്ന് തോന്നുന്നു, മറ്റുള്ളവർ പറയുമ്പോൾ അത് നേർന്ന് തോന്നുന്നു, എന്ത് ചെയ്യണം? സ്നേഹമുള്ളവരെ, ഞാൻ പറഞ്ഞ ബറാഅത്ത് നാളിൻ്റെ നോമ്പ് സുന്നത്തുണ്ടോ? ഇല്ലേ. ഏതായാലും സുന്നത്തുണ്ട് എന്നതിൽ ഇമാമിങ്ങൾക്ക് തർക്കമില്ല. അത് ഏത് വിഷയത്തിലാണ് സുന്നത്തുള്ളത്? അയ്യാമുൽ ബീദ് 13, 14, 15 ആ നിലക്കാണോ? അല്ല ബറാഅത്ത് നാളിൽ തന്നെ പ്രത്യേകം സുന്നത്തുണ്ടോ? ഇല്ലേ എന്ന് അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും ഇമാം റംലി റളിയല്ലാഹു അൻഹു പറയുന്നു പ്രത്യേകം സുന്നത്തുണ്ട്. അത് ഇമാമിങ്ങൾ പറഞ്ഞ് ഞങ്ങൾ കേൾക്കാൻ കഴിയില്ല. അപ്പം ഹദീസ് ഉണ്ടല്ലോ, ഹദീസ് ലഈഫാണ്. ഹദീസ് ലഈഫ് എന്ന് ആര് പറഞ്ഞു?
ഞാൻ പറയുന്നത് നിങ്ങളും ശരിക്കും മനസ്സിലാക്കണം. നമ്മളെ പൊട്ടീസാക്കുകയാണ്. ഹദീസ് ലൈഫ് എന്ന് ആര് പറഞ്ഞു? ഇമാമിങ്ങൾ പറഞ്ഞു. അപ്പോൾ ഹദീസ് ലൈഫ് എന്ന് ഇമാമിങ്ങൾ പറഞ്ഞാൽ കേൾക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അന്ന് സുന്നത്ത് പ്രത്യേകമുണ്ട് എന്ന് ഇമാമിങ്ങൾ പറയുമ്പോൾ എന്തുകൊണ്ട് സമ്മതിച്ചുകൂടാ? നമ്മളെക്കാൾ എത്രയോ മഹത്തുക്കളല്ലേ അവർ. സാലിഹീങ്ങളെ വഴിയിൽ പിൻപറ്റണമെന്നല്ലേ നമ്മോട് ഖുർആൻ കൽപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇജ്മാ ഓരോ കാലഘട്ടത്തിലും ഹിജ്റ 300 വർഷത്തിന് മുമ്പ് ഇജ്മാ ആയിട്ടുള്ള എല്ലാ പണ്ഡിതന്മാരും ഏകോപിച്ച് പറഞ്ഞ അഭിപ്രായത്തിന് എതിർ വരുമ്പോഴാണ് ബിദ്അത്ത് സംഭവിക്കുന്നത്. അതുകൊണ്ട് എല്ലാം മനസ്സിലാക്കി, ഇമാമിങ്ങളുടെ വഴി മനസ്സിലാക്കി, എല്ലാം അവർ പറയുന്നത് സംഘടനാപരമായി പാർട്ടി ഉണ്ടാക്കാൻ വേണ്ടി എന്ന് മനസ്സിലാക്കാതെ എൻ്റെ ദീൻ ഈമാനോടുകൂടെ ജീവിക്കണം, ഈമാനോടുകൂടെ മരിക്കണം, അത് മനസ്സിലാക്കി. നിങ്ങൾ മനസ്സിലാക്കണം സുഹൃത്തുക്കളെ, നമ്മുടെ ഉസ്താദന്മാരുടെ മരണം വരെ നമുക്ക് മാതൃകയല്ലേ. ശംസുൽ ഉലമ എല്ലാവരെയും സാക്ഷി നിർത്തി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറക്കെ ചൊല്ലി ചിരിച്ചുകൊണ്ട് മരിച്ചതല്ലേ. എല്ലാവരും ശത്രുക്കൾ പോലും സമ്മതിച്ചതല്ലേ. അവർ ശിർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എങ്ങനെ അവർക്ക് അങ്ങനെ മരിക്കാൻ സാധിക്കും? അതുകൊണ്ട് ഇമാമിങ്ങളെ വഴി പിൻപറ്റുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ ഫതഹ്നാ ലക ഫത്ഹൻ മുബീനാ എന്ന ഖുർആൻ വചനം കൊണ്ട് ഈ യോഗത്തിനെ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.